ഒരു ബേജാറിൽ അതുപോലെ ഒരു ആദ്യ പിടിച്ച ഷോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യുഡിഎഫിന് രാഷ്ട്രീയ നേട്ടം ലഭിക്കുന്നു പറയുമ്പോഴും ഇതിനെ വെറും രാഷ്ട്രീയ നേട്ടം കാണാൻ കഴിയുക. പ്രത്യേകിച്ച് ഈ സർവകലാശാലയിൽ തന്നെ സംഘപരിവാർ ABP പ്രവർത്തകർ ഗവൺമെന്റ് തിരികെത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണ്ടേ? അല്ല, അതൊന്നും ഈ രീതിയിൽ അല്ല വേണ്ടത്. ഇതൊന്നും ജനാധിപത്യപരമായി ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ നിയമസഭയിൽ ആ വിഷയം വന്നപ്പോൾ UDF സപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ലേ? ഗവർണറുടെ അമിതാധികാര കാര്യങ്ങളിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തല്ലോ. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ കാണിക്കുന്ന ഒരു രീതിയല്ല. ഗവർണർമാരുടെ ദുരുപയോഗം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഉണ്ട്. അതുപോലെ തന്നെ BJP യേതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അത് ഇന്ത്യ മുന്നണി യോഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ വക വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. അതിനാരും അനുകൂലിക്കാൻ പോകുന്നില്ല. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങളുടെ നൂറ് പ്രശ്നങ്ങളിൽ ജനങ്ങൾ നീറിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രയാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ അതിൽ ശ്രദ്ധ കാണിക്കേണ്ട സർക്കാർ അതിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനം കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ഗവർണറാണ് എന്നുണ്ടെങ്കിൽ പദവിക്ക് നിരക്കാത്ത രീതിയിൽ സീറ്റിലിറങ്ങുന്നു, ഷോ കാണിക്കുന്നു, ബഹളം വെക്കുന്നു. ഇതിനൊക്കെ ഞാനതാ പറഞ്ഞത്, അല്പം സീരിയസ് ആയിട്ട് സംവിധാനങ്ങളെ കൊണ്ടുപോകുന്ന ആരെങ്കിലും വേണം. ഇവരുടെ ഈ കളിയൊക്കെ കൂടി ശരിയല്ല എന്നുള്ള വിലയിരുത്തലായിരിക്കും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരിക. അത് UDFന് അനുകൂലമാവുന്ന ഞാൻ പറഞ്ഞു. ഉണ്ടായിട്ടും ഈ ഗവർണറെ തിരിച്ചു വിളിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങ് ആ ഒരു ആവശ്യമായിട്ട് കേന്ദ്രത്തെ സമീപിക്കുന്നുമില്ല. അപ്പോൾ അതൊരു സർക്കാർ ഇത്രത്തോളം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ഇത്രത്തോളം പ്രതിഷേധം ഉയർത്തുമ്പോഴും എന്തുകൊണ്ടാണ് അതിന് മുതിരാത്തത്? അല്ല, അറിയില്ല. അതാണ് ഇപ്പോൾ ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇപ്പോൾ എപ്പോഴാണ് അവർ കോംപ്രമൈസ് ചെയ്യുന്നത് എന്നറിയില്ല എന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. അതൊക്കെ അവരുടെ കാര്യങ്ങൾ എന്താണ് എന്നറിയില്ല. പക്ഷേ ഗവർണർ അധികാരം ദുരുപയോഗപ്പെടുത്തുന്നതിനെ UDF അനുകൂലിച്ചിട്ടില്ല. നിയമസഭയിൽ തന്നെ ഞങ്ങൾ ഒന്നിച്ചെതിർത്താണ് എന്ന് വിചാരിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ ഷോകളെല്ലാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് നടത്തുന്ന അവരുടെ ജനസദസ്സുകൾ ഉൾപ്പെടെയുള്ള ഇതെല്ലാം അവസാനം UDFന് അനുകൂലമായി ഭവിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഗവർണറുടെ വിഷയം അതോടൊപ്പം ഈ സംസ്ഥാന സർക്കാർ രണ്ടും രാഷ്ട്രീയമാണെന്ന് പറയുമ്പോൾ ഇത് ഉയർത്തി പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ വേറൊരു സ്വരം സംസ്ഥാനത്തുണ്ടെന്ന് കാണിക്കാൻ UDFന് പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് കേരളത്തിൽ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. എല്ലാ ചോദ്യം കൂടി ചോദിക്കല്ല, ഒന്ന് ചോദിച്ച് മറുപടി പറയട്ടെ. UDF കഴിഞ്ഞ ശബരിമല ഇഷ്യൂ വന്നപ്പോഴും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ പ്രതികരിച്ച ഒരു രീതിയുണ്ട്. അത് ജനാധിപത്യപരമായ രീതിയിലാണ്. അത് ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് കുഴപ്പമൊന്നും പറ്റാത്ത രീതിയിലാണ്. ഞങ്ങൾ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് കുഴപ്പം പറ്റാത്ത രീതിയിൽ അന്ന് പ്രതികരിച്ചപ്പോൾ അതിന് വലിയ സപ്പോർട്ട് കിട്ടി. 20-ൽ 19 സീറ്റും പാർലമെൻറ്റിൽ ഞങ്ങൾ ജയിച്ചു. അപ്പോൾ അതേ സ്ഥിതി ഉണ്ടാവും. ഇന്ന് ഇന്ത്യ മുന്നണി യോഗമാണ്. ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ കൂടുതൽ ഐക്യം ഉണ്ടാക്കാൻ ഈ സംസ്ഥാനങ്ങളിലൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യം. ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരോട് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയായിരുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.